സാമയ്ക്കന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ പെരുസ്, അതായത് ആ അപ്പുവിന്റെ ഭാര്യ സഹോദരിയും കൂട്ടി വീട്ടിലേക്ക് വന്നു. നീ എന്തിനാടാ ഈ ഒലയ്ക്കയും കൊണ്ട് നിൽക്കുന്നത് നമ്മ ചോദിച്ചപ്പോ അകത്തേക്ക് വാ, കാര്യം മനസ്സിലാവുന്നു സാമയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെ പെരുസ് മരിച്ച കാര്യം ഭാര്യ അറിഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴാണ് സഹോദരി ബോഡിയുടെ താഴേക്ക് നോക്കി അന്തം വിടുന്നത്. കുറച്ചു നേരം പുള്ളിക്കാരി അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഭാര്യ അത് കണ്ടപ്പോ ഇതെന്താ ഇത്തിരി നാളെ പൊങ്ങാത്ത സാധനം ഇപ്പൊ പൊങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കരച്ചിലോട് കരച്ചിലായിരുന്നു. ഉലക്കിയിട്ട് ഉരുട്ടിയിട്ടും താഴാത്തത് കൊണ്ട് മുറിച്ച് കളഞ്ഞാലോ എന്ന് അവർ ചിന്തിച്ചിരുന്നു. പക്ഷെ അമ്മ സമ്മതിക്കാത്തത് കൊണ്ട് അത് നടന്നില്ല. ലാസ്റ്റ് ഒരു വലിയ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെക്കാമെന്ന് തീരുമാനമെടുക്കുന്നു. അങ്ങനെ ദുരൈക്കണ്ണ് ഒരുപാട് ബലം പിടിച്ച് അത് താത്തു വെച്ചു. അയൽവക്കക്കാരി ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത് കാണാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് ആൾക്കാർ വരെ ഓടി അകത്തേക്ക് വന്നു. ബാക്കിൽ നിന്നിരുന്ന ആ പെൺകുട്ടികൾ ഇവരുടെ ഭാര്യമാരാണ്. അത് കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ച വിവരം എല്ലാവരെയും അറിയിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ദുരൈക്കണ്ണ് അപ്പുറത്തെ വീട്ടുകാരോട് പറയാൻ ചെന്നപ്പോ ആ ഒട്ടിച്ചു വെച്ചിരുന്ന ടേപ്പ് വരെ പൊട്ടി സംഭവം വീണ്ടും പൊങ്ങി വന്നു. കൂട്ടുകാരൻ നിലവിളിച്ചത് കൊണ്ട് അച്ഛന്റെ കാര്യങ്ങളൊന്നും നാട്ടുകാർ അറിഞ്ഞില്ല.